നമസ്കാരം, വിനിയാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എന്നതേപോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോയുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഒരു നാച്ചുറൽ ഹെയർ ഡൈ ആണിത്. വളരെ വ്യത്യസ്തമായിട്ടാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ കാണുക കേട്ടോ. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അകാല നര എന്നത് ചെറുപ്രായത്തിൽ മുടിക്ക് നിറം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മെലാനിൻ എന്ന പിഗ്മെൻ്റ് കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോൾ മുടിക്ക് സ്വാഭാവിക നിറം നഷ്ടപ്പെട്ട് വെള്ളയോ ചാരനിറമോ ഒക്കെ ആയി പോകുന്നു. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് പാരമ്പര്യം, മാനസിക സമ്മർദ്ദം, വൈറ്റമിൻ്റെ കുറവ്, പ്രത്യേകിച്ച് B12, ഇരുമ്പ്, ചെമ്പ് എന്നിവയുടെയൊക്കെ കുറവ്, പുകവലി, വായു മലിനീകരണം, തൈറോയ്ഡ് പ്രശ്നങ്ങൾ, ഇവയൊക്കെയാണ് അകാലനര ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത്. 30 വയസ്സിന് മുകളിൽ മുടി നരച്ചു തുടങ്ങിയാൽ അതിനെ അകാലനരയെന്ന് വിളിക്കുന്നു. 15 വയസ്സ് മുതൽ തന്നെ ഈ അകാലനര ആരംഭിക്കാം. മുടി നരച്ചു തുടങ്ങിയാൽ പിന്നെ നരച്ച മുടി മറയ്ക്കാൻ ഡൈ ചെയ്യുന്നതാണ് ഇപ്പോൾ ഒരു സാധാരണ രീതി എന്ന് പറയുന്നത്. എന്നാൽ അത്തരം പാക്കറ്റ് ഡൈകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ മുടിയുടെ സ്വാഭാവികത നഷ്ടപ്പെടുത്തും. ഇത് കൂടുതൽ മുടികൾ നരയ്ക്കുന്നതിലേക്ക് നയിക്കും. എന്നാൽ ഇത്തരം ഡൈ ഉപയോഗിക്കാതെ തന്നെ മുടിയിലെ നര മറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയുണ്ട്. പലതരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ടിപ്പുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ തുരുമ്പ് പിടിച്ച ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ്. അതായത് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ് മഴവെള്ളമൊക്കെ വീണ് തുരുമ്പൊക്കെ പിടിച്ച് കിടക്കുന്ന ചട്ടി ഉണ്ടാവില്ലേ, പഴയത്, അതാണ് നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത്. എന്നിട്ട് ഇതിലോട്ട് ഞാൻ 2 സ്പൂൺ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അറിയാം, കാപ്പിപ്പൊടിയൊക്കെ നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണ് അല്ലേ. അപ്പം കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം 3 ടീസ്പൂണോളം നല്ല കട്ട തൈരും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ നമുക്ക് ആദ്യമേ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങളിത് നന്നായിട്ട് ഈ ഒരു ചട്ടിയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഈ തുരുമ്പിൻ്റെ അംശം വളരെയധികം ആവശ്യമാണ്. തുരുമ്പ് ഫെറിക് ഓക്സൈഡ് ആണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതുപോലെ നമ്മൾ ഈ ചട്ടിയിൽ മൊത്തത്തിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു കളർ മാറി വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടെ തന്നെ ഇതുപോലെ കുറച്ച് തുരുമ്പെടുത്ത ആണിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് നല്ല ഒരു ഗുണം കിട്ടുന്നതാണ് ഈ ആണിയും കൂടെ ഇടുമ്പോൾ. തുരുമ്പ് പിടിച്ച ആണി തന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കണേ. ഈ തുരുമ്പ് പിടിച്ച ചട്ടിയിൽ തന്നെ നമ്മൾ ഈ ഡൈ ഉണ്ടാക്കുമ്പം നല്ല കറുപ്പ് നമുക്ക് കിട്ടും. പിന്നെ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആണി ചേർക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് നെല്ലിക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ, നെല്ലിക്കാപ്പൊടി നമ്മുടെ മുടിക്ക് ഒത്തിരി നല്ലതാണെന്ന്. അപ്പോൾ ഞാനതിൻ്റെ ഒത്തിരി ഒന്നും ചേർക്കുന്നില്ല, 1 സ്പൂൺ നെല്ലിക്കാപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഈ ചട്ടിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളിത് ഒരു ദിവസം ഫുള്ള് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് വെച്ചേക്കുക. അപ്പം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒത്തിരി സമയമൊന്നും വെക്കുന്നില്ല, ഞാനിപ്പോൾ 1 മണിക്കൂറേ വെക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് തന്നെ എത്രമാത്രം കളർ ചേഞ്ച് ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഡൈ അവിടെ ഇരുന്നൊന്ന് സെറ്റായിട്ട് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ ഇലയും പൂവും ഒക്കെ ഒന്ന് പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു വരദാനമാണ് നമ്മുടെ മുടിക്ക് വേണ്ടിയിട്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെമ്പരത്തി സുലഭമായിട്ട് ലഭിക്കുന്ന ഒന്നാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ പറഞ്ഞാൽ ഒട്ടും തീരത്ത് പോലുമില്ല, അത്രമാത്രം ഔഷധ ഗുണങ്ങളുണ്ട്. എന്നാലും നമ്മുടെ കയ്യെത്തും ദൂരത്ത് ലഭിക്കുന്ന ഈ ചെമ്പരത്തിക്ക് നാം പലപ്പോഴും ഒരു വിലയും കൊടുക്കാറില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും കെമിക്കലുകളുടെ പുറകെയാണ് പോകുന്നത് അല്ലേ. എനിക്ക് തോന്നുന്നു ചെമ്പരത്തി ഇല ഉപയോഗിച്ച് അല്ലെങ്കിൽ പൂ ഉപയോഗിച്ചിട്ട് താളി ഉണ്ടാക്കി തലയിൽ തേൽക്കുന്ന എത്ര പേരുണ്ടാവും നമുക്കിടയിൽ. നമ്മളെപ്പോഴും കെമിക്കലുകൾ അടങ്ങിയ ഷാമ്പുവാണ് കൂടുതലും നല്ലൊരു ശതമാനം ആൾക്കാരും യൂസ് ചെയ്യുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാനിതിൻ്റെ ഇലയും പൂവും എല്ലാം കൂടെ ഏകദേശം ഓരോ പിടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചിട്ട് എടുക്കാം കേട്ടോ. ഈ ചെമ്പരത്തിയുടെ താളി മുടിക്ക് ബലവും ആരോഗ്യവും നൽകാനും മുടി കൊഴിച്ചിൽ തടയാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇത് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കണ്ടീഷണറാണ്. നമ്മൾ എക്സ്ട്രാ കണ്ടീഷണർ ഒന്നും നമ്മൾ മുടിയിൽ തേക്കേണ്ട ഒരാവശ്യമില്ല ഈ ഒരു ചെമ്പരത്തി താളി ഉപയോഗിക്കുകയാണെങ്കിൽ കേട്ടോ. ഇതിപ്പം തരികളൊന്നും ഇല്ലാണ്ട് തന്നെ ഞാൻ അരച്ചെടുത്തത് കൊണ്ട് ഇതിപ്പം ഞാൻ അരിക്കുന്നൊന്നുമില്ല. ഞാനത് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. താരനൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ബെസ്റ്റാണ്. ആൻറ്റി ഫംഗൽ, ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ചെമ്പരത്തി താളിക്ക്. അതുപോലെ തന്നെ ഈ ചെമ്പരത്തിയുടെ ഇല അരച്ചിട്ട് ഉള്ളി പേസ്റ്റ് ഇല്ലേ, ഉള്ളിയോടൊപ്പം മുടിയിൽ പുരട്ടുന്നത് മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് ആർക്കെങ്കിലും മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ.
കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്പരത്തി താളി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ഡൈയുടെ കാര്യം ഒന്ന് നോക്കാം. അപ്പം നമ്മുടെ ഡൈക്ക് ഏകദേശം ഈ ഒരു കളറോളം ആയിട്ടുണ്ട്, ഏകദേശം 1 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഈ ഒരു കളർ നമുക്ക് കിട്ടിയത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഫെറിക് ഓക്സൈഡാണ്. അതായത് ഇരുമ്പ് ചട്ടിയിലുള്ള ഈ തുരുമ്പിലുള്ള ഫെറിക് ഓക്സൈഡാണ് നമുക്ക് ഈ ഒരു കളർ നൽകിയിരിക്കുന്നത്. ഈ ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിക്ക് യാതൊരു വിധത്തിലുള്ളതായ ദോഷവും ഉണ്ടാക്കുന്നില്ല, ഗുണങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ നാച്ചുറൽ ഹെയർ ഡൈ ആണെന്നും പറഞ്ഞ് നമ്മൾ മാർക്കറ്റുകളിൽ നിന്നും വാങ്ങിക്കുന്ന പല ഡൈയിലും എത്രമാത്രം കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ. ഒരു സത്യാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മുടിക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു നിറം ലഭിക്കണമെങ്കിൽ അത് രാസവസ്തുക്കൾ കൊണ്ട് അല്ലാതെ ലഭ്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ റെഡിയാക്കിയിരിക്കുന്ന ഈ ഹെയർ ഡൈ ടെമ്പററി ആണ്. ഇതിനധികം ആയുസൊന്നും ഉണ്ടാവത്തില്ല. കൂടി വന്നാൽ ഒരു 4-5 ഹെയർ വാഷ് അത്രേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ കളറ്. എന്നാലും നമുക്ക് ആശ്വസിക്കാം, നമ്മൾ കെമിക്കലുകൾ യൂസ് ചെയ്തിട്ടില്ല എന്ന്. കാരണം ഇത് തികച്ചും നാച്ചുറൽ ആണ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ കൺമുമ്പിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിലേക്ക് വേറെ ഒന്നും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഹെയർ ഡൈ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാതെ ഇരിക്കും. ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പിനേഷൻ നമ്മുടെ മുടിയിൽ നരയുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക, നന്നായിട്ട് ആക്കി കൊടുക്കണം. അതിനുശേഷം 1 മണിക്കൂർ നമ്മളിത് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം ഒരു മൈൽഡ് ഷാമ്പുവോ അല്ലെങ്കിൽ താളിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മുടിയൊന്ന് വാഷ് ചെയ്താൽ മാത്രം മതി. ഇനി ഇത് എങ്ങനെയാണ് മുടിയിൽ പ്രവർത്തിക്കുന്നത് എന്ന് പറയാം. നമ്മുടെ ഈ ഫെറിക് ഓക്സൈഡ് നമ്മുടെ മുടിയുടെ പ്രോട്ടീൻ കവറിങ്ങിന് ഒരു ഡാർക്ക് യെല്ലോ പിഗ്മെൻറ്റേഷൻ കൊടുക്കുന്നു. ഇനി നമ്മൾ തൈര് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൈരിന് നമ്മുടെ പ്രോട്ടീൻ ഈ കെരാറ്റിൻ്റെ കോമ്പിനേഷനെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ടുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെ തൈര് ഉപയോഗിച്ച് കുതിർന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മുടിയുടെ പ്രോട്ടീൻ കോട്ടിങ്ങിൻ്റെ അകത്തേക്ക് കാപ്പിപ്പൊടിയുടെ ആ ഒരു കറുത്ത നിറവും നമ്മുടെ ഫെറിക് ഓക്സൈഡിൻ്റെ ഒരു ഡാർക്ക് യെല്ലോ കളറും കൂടെ അബ്സോർബ് ആകും. ഈ കോമ്പിനേഷൻ മുടിയിൽ നമ്മൾ 1 മണിക്കൂർ പുരട്ടി വെച്ചിരുന്നാൽ അത്യാവശ്യം തന്നെ നമ്മുടെ മുടിക്ക് കറുത്ത നിറം കിട്ടും. അതിനുശേഷം നമുക്ക് വീര്യം കുറഞ്ഞ ഒരു ഷാമ്പു ഉപയോഗിച്ച് അല്ലെങ്കിൽ ചെമ്പരത്തി താളി ഉപയോഗിച്ച് നമ്മുടെ മുടി വാഷ് ചെയ്ത് ഉണക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെമ്പരത്തി താളി ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചത്. ഇത് ഇങ്ങനെ മുടിയിൽ ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് മുടി കഴുകി ഉണക്കി എടുക്കാം കേട്ടോ. താളി ഇടുന്നതും മുടി കഴുകുന്നതും ഒന്നും ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നില്ല, കാരണം നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇതാ ഞാൻ മുടി കഴുകി ഉണക്കി കൊണ്ടുവന്നതാണിത്. നിങ്ങൾക്കിത് നോക്കിയാൽ തന്നെ മനസ്സിലാകും മുടിക്ക് നല്ലൊരു കറുപ്പ് നിറം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ നാച്ചുറലായിട്ട് വേണം മുടി ഡൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരിക്കലും കെമിക്കലുകളുടെ പുറകെ പോകുന്നത് നമുക്ക് അത്ര നല്ലതല്ല. അത് ഒരുപാട് അപകടം വിളിച്ചു വരുത്തും. അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പം നാച്ചുറലായിട്ടുള്ള ഹോം റെമഡീസ് ഒക്കെ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ നിങ്ങളെ വേറൊരു കൂട്ടം കാണിക്കാം. ഇത് നമ്മൾ ആ ഡൈ ഉണ്ടാക്കിയ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. ഇത് നമ്മൾ 1 മണിക്കൂർ വെച്ചപ്പോഴാണ് നമ്മൾ അത്രയും കളർ നമുക്ക് കിട്ടിയത്. ഇത് പിറ്റേ ദിവസം ആയപ്പോഴേക്കും ഉള്ള ഒരു സംഭവമാണിത്. കണ്ടോ, നല്ലതുപോലെ കറുപ്പായിട്ടുണ്ട്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേക്കും അതിൽ പറ്റി പിടിച്ചിരുന്ന് നോക്കി ഇത്രമാത്രം നമുക്ക് കറുത്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ രീതിക്ക് നാച്ചുറലായിട്ട് ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടട്ടെ. ഡോക്ടർ രാജേഷ് കുമാർ പറഞ്ഞപ്പം ഇതുപോലെ ഒരു സംഭവം ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പം ഞാനത് ചെയ്ത് നോക്കി, എനിക്ക് ഒത്തിരി പ്രയോജനപ്പെട്ടു. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.